എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചറിൻ്റെ ഒരു പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസ് എടുക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും, മോട്ടിവേഷൻ തരാനും വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ഒരു പുതിയ ഫാക്കൽറ്റിയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. മിസ്സിൻ്റെ പേര് ശ്രീകുട്ടി എന്നാണ്. നമുക്കറിയാം, മത്സര പരീക്ഷകളിൽ PSC എക്സാമുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് സോഷ്യൽ സയൻസ്. ജോഗ്രഫി വിഷയമാണ് ടീച്ചർ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിലെ വിവിധ ഓഫ്ലൈൻ ഓൺലൈൻ മേഖലകളിൽ പരീക്ഷാ പരിശീലന രംഗത്ത് സജീവ സാന്നിധ്യമായിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അധ്യാപികയാണ് പരിചയപ്പെടുത്തുന്നത് ശ്രീകുട്ടി മിസ്. അപ്പം ശ്രീകുട്ടി മിസ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി ടീച്ചറിനെ ഒന്ന് പരിചയപ്പെടുത്തും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീകുട്ടി അലക്സ്. എൻ്റെ വീട് മല്ലപ്പള്ളിയിലാണ്. ഏകദേശം 5 വർഷമായിട്ട് ഞാൻ PSC പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ജോഗ്രഫിയാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് ആണ്. എങ്കിൽ പോലും ഞാൻ ജോഗ്രഫി സബ്ജക്റ്റാണ് കൂടുതലായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ലളിതമായിട്ടുള്ള രീതിയിൽ ജോഗ്രഫിയുടെ ക്ലാസ് എടുത്തു തരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഇനി മുതൽ നിങ്ങളുടെ ജോഗ്രഫി എന്ന് പറയുന്ന വിഷയം ഒരു വിഷയമേ ആകില്ല. ടീച്ചർ ഒരുപാട് സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപികയാണ്. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ, ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നൊരു ഇൻട്രൊഡക്ഷൻ സെഷനൊന്നും അല്ലത്, എങ്കിലും ടീച്ചറിനോട് വളരെ കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. നമുക്കറിയാം, ടീച്ചറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ജോഗ്രഫി എന്ന് പറയുന്ന വിഷയം മത്സര പരീക്ഷകളിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിഷയമാണ്? ഇപ്പം ജോഗ്രഫി എന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ച് എല്ലാവർക്കും അതൊരു ടഫ് സബ്ജക്റ്റ് ആണ് എന്നുള്ളൊരു ധാരണയാണ് ഉള്ളത്. പക്ഷെ അങ്ങനെ അല്ല. നമ്മൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അത് ബേസിക്സ് ആയിട്ടുള്ള അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സബ്ജക്റ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പം ആ ഒരു സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്ത് വരുന്നതും. അപ്പം ആ ഒരു സിസ്റ്റമാണ് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കും ബേസിക്സിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഒരു കോംപ്ലക്സിലേക്ക് എത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും, അതിപ്പം മാത്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റും നമ്മൾ ബേസിക്സിൽ നിന്ന് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ മിസ്, അപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതുവരെ തന്നിട്ടില്ല. നമ്മുടെ ഈ മത്സര പരീക്ഷകളിൽ ജോഗ്രഫി എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ്? അതെ, അതായത് ഏതൊരു മത്സര പരീക്ഷയാണെങ്കിലും, അതിപ്പോൾ 10th ആയിക്കോട്ടെ, ഡിഗ്രി പ്രിലിംസ് ആയിക്കോട്ടെ, ഏതൊരു എക്സാമിനാണെങ്കിലും ജോഗ്രഫി എന്ന് പറയുന്നത് ഒരു മെയിൻ ഘടകമാണ്. അതായത് ഒരു 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ വേൾഡ് ജോഗ്രഫി അല്ലെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ റാങ്കിനെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാകാം. അതുകൊണ്ട് തന്നെ ഏതൊരു സബ്ജക്റ്റ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ജോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ്. ഇനിയിപ്പോൾ ആ പ്രശ്നമില്ല. നമുക്കറിയാം, ഞാൻ വന്നു, മാത്സിൽ വിശാഖ സാർ വന്നു, ആ പ്രശ്നം തീർന്നു. ഇംഗ്ലീഷും മാത്സും 2 നട്ടെല്ലുകളാണ് ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്ക്. അത് കഴിഞ്ഞ് ജോഗ്രഫി വന്നു. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്പെഷ്യൽ ടോപ്പിക്ക് എടുക്കാൻ നമുക്ക് ചന്ദ്രബാബു സാറുണ്ട്. അപ്പോൾ ഇനി അധ്യാപകരുണ്ട്. ആപ്പിലെ അധ്യാപകരെ ഓരോരുത്തരെയായിട്ട് നമ്മൾ യൂട്യൂബിൽ അവതരിപ്പിക്കുകയാണ്. ടീച്ചർ നമുക്കൊരു പുതിയ മുഖമാണ് ചലഞ്ചറിൽ. പക്ഷേ ടീച്ചർ വർഷങ്ങളായിട്ട് PSC മേഖലകളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അധ്യാപികയാണ്. അതുമാത്രമല്ല, ടീച്ചർ ഒരു കൗൺസിലർ കൂടിയാണ്. ഇപ്പം നിലവിൽ ഒരു കോളേജിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളുടെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ ആണ് എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അങ്ങനെ ഒരാളെ മാത്രമായിരിക്കും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. സോ നീട്ടുന്നില്ല, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഈ തുടക്കക്കാരോട് PSC പഠിച്ചു തുടങ്ങുന്ന ഇപ്പം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, അവരോട് ടീച്ചറിന് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? നിങ്ങൾ ഇപ്പം ഒരു മത്സര പരീക്ഷയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഏതൊരു മത്സര പരീക്ഷയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, അത് നമ്മൾ ഈസി ആയിട്ട് കാണരുത്. അതൊരു നമ്മുടെ ഒരു സീരിയസ് ആയിട്ട് നമ്മുടെ ലൈഫിൻ്റെ നമ്മളെ കാത്തൊരു ഗവൺമെൻറ് ജോലി ഉണ്ട്, നമുക്കൊരു ഗവൺമെൻറ് സർവീസിലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ള താല്പര്യത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ആ ഒരു എക്സാമിനെ അല്ലെങ്കിൽ ആ ഒരു മത്സര പരീക്ഷയെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഏതൊരു സബ്ജക്റ്റും അത് സീരിയസ് ആയിട്ട് ബേസിക്സിൽ നിന്ന് പഠിച്ചു തുടങ്ങുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. സോ മറ്റൊരു ചോദ്യം, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കുന്നത് ജോഗ്രഫിയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണോ? അതെ, തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് വേൾഡ് ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് പുതിയ അറിവുകളാണ് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെ നമുക്ക് പുതിയ അറിവ് കിട്ടുമ്പോഴത്തേനും അത് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. മേ ബി ചിലപ്പം പിന്നീട് വരുന്ന ഒരു മത്സര പരീക്ഷയിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ
പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏതൊരു ഇപ്പം ജോഗ്രഫി എന്നല്ല, ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ, എല്ലാ സബ്ജക്റ്റും എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്താണ് ഒന്ന് നോക്കി അതിനെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത്യാവശ്യമാണ്. ടീച്ചർ ഈ 2020 ശേഷം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് PSC മേഖലയിൽ. പ്രത്യേകിച്ച് UPSC നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അത് വലുതായിട്ട് ബാധിച്ചിട്ടില്ലാത്തത് ഇംഗ്ലീഷിലും മലയാളത്തിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ജോഗ്രഫിയിൽ എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ, അത് നേരത്തെ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അത് ടഫാണെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട്, ഒരുപാട് പേര് ഇതിനകത്തുനിന്ന് പിൻവലിയുന്നുണ്ട്. ടീച്ചറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ബേസിക്കലി ടഫായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നേരത്തെ OMR ടൈപ്പ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ എന്താണ് ഒബ്ജക്റ്റിൽ നിന്ന് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ട് കവർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ കൂടുതലും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ കൂടുതലായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്, ഈ ഒരു രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്തിട്ട് വന്നിരുന്നത്. അതേസമയം നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേനും നമ്മൾ കുറച്ചും കൂടെ ഡീപ് സ്റ്റഡി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ജോഗ്രഫിയിൽ അത് അത്യാവശ്യമാണ്. അതെ, ജോഗ്രഫി എന്ന് പറഞ്ഞാൽ വലിയൊരു വാസ്റ്റ് സിലബസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സിമ്പിളായി, ഏറ്റവും സിമ്പിളായിട്ട് ടീച്ചറിൻ്റെ ക്ലാസ് യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ടീച്ചർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ച എല്ലാ അധ്യാപകരും ഒന്നിനൊന്നിനും മെച്ചമാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും തെറ്റില്ല, ചലഞ്ചർ ആപ്പിന് തെറ്റില്ല. ചലഞ്ചർ ആപ്പിൻ്റെ ഭാഗമായിട്ട് ടീച്ചർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമാണ്, ഒരു ആവശ്യമായിട്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഇനിയും വരും ടീച്ചറിൻ്റെ ഷോർട്സുകൾ, ടീച്ചറിൻ്റെ പ്രൊമോ വീഡിയോസ്, അത് അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഇൻ്റർവ്യൂസ്, അതുപോലെ തന്നെ ടീച്ചർ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇതിലുപരി ടീച്ചറിൻ്റെ ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, യൂട്യൂബ് ക്ലാസ്സുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ വലിയ കോഴ്സുകൾ, ഗംഭീരമായ കോഴ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. എല്ലാം പുതിയ ക്ലാസ്സുകളാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരുപാട് പ്രഹസനങ്ങളില്ല. ചലഞ്ചർ ആപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2019 മുതൽ നിലകൊള്ളുന്ന ഒരു ആപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് പ്രഹസനമില്ല. ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു ആപ്പാണത്. 2019 മുതൽ ഇപ്പോൾ ഒരുപാട് പുതിയ ആപ്പുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമേന്മ തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഒരു ക്വാളിറ്റി ഉള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാസ്സാണ്. നട്ടെല്ലെന്ന് പറയുന്ന ക്ലാസ്സാണ്. ഏറ്റവും നല്ല അധ്യാപകരുടെ ക്ലാസ്സുകളാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ഉറപ്പ് നൽകുന്നു. നിങ്ങളുടെ ഗവൺമെൻറ് ജോലി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. ടീച്ചർ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കും. സാറ് പറഞ്ഞത് തന്നെ, അതായത് നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ കോഴ്സുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ജോഗ്രഫിയുടെ ക്ലാസ്സുകൾ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.